ഡിഫറെന്റ് ലെവൽ ഓഫ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ചിലര് ഇപ്പം അവരൊരു ജോയിന്റ് പെയിൻ ഒക്കെ ആയിട്ട് പോയി നോക്കി. അവൻ നോക്കുമ്പോൾ ANA പോസിറ്റീവാ. ANA പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ് അതായത് SLE എന്നുള്ളൊരു രോഗത്തിന്റെ തുടക്കമാണെന്ന് വരാം. അപ്പൊ അവർക്ക് മിക്കവാറും മൊത്തത്തിൽ ഭയങ്കര ടയർഡ്നെസ്, ജോയിന്റ് പെയിൻ ഇതൊക്കെ വരുമ്പം സാധാരണ ഡോക്ടേഴ്സ് ഇപ്പം ഒരു ഫിസിഷ്യന്റെ അടുത്ത് പോയാലും ഇപ്പം എല്ലാവരും മോർ അവെയർ ആണ് ഓട്ടോഇമ്യൂൺ ഡിസീസിനെ കുറിച്ച്. അപ്പം അവിടെ തന്നെ ഒരു ANA നോക്കി അപ്പൊ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് മിക്കവാറും പലപ്പോഴും സ്റ്റിറോയിഡ്സോ അങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ആ സ്റ്റേജിൽ വരുമ്പം പലതരം മരുന്നുകൾ എടുക്കുമ്പോൾ അതിന്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് ഇപ്പൊ പേഷ്യൻസ് ഒക്കെ ജനറലി അവെയർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഈ മെത്തോട്രെക്സേറ്റ്, HCQ. ഇപ്പൊ HCQനാണെങ്കിൽ ഏറ്റവും ഒരു മെയിൻ കണ്ണിനെ ബാധിക്കാം. മെത്തോട്രെക്സേറ്റ് ആണെങ്കിൽ ബോൺമാരോ ഡിപ്രഷൻ ഉണ്ടാക്കാം, ലങ്സിനെ ബാധിക്കാം. അല്ല ചിലർ വരുമ്പോൾ ഈ ഇപ്പോഴത്തെ ലെഫ്ലനോമൈഡ് എന്നൊക്കെ ഉള്ള മെഡിസിൻസ് എടുത്ത് തുടങ്ങി കഴിയുമ്പം ലിവർ എൻസൈംസ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം ട്രീറ്റ്മെന്റ് ഡയഗ്നോസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുന്നവരുണ്ട്. തുടങ്ങി കുറച്ച് നാളായി അതിന്റെ സൈഡ് ഒന്ന് സെറ്റിൽ ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ ചിലര് തുടങ്ങി വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് സിംറ്റമാറ്റിക് റിലീഫ് തന്നെ കാണുകയില്ല. ചിലര് മരുന്നുകൾ തുടങ്ങി മൾട്ടിപ്പിൾ പ്രോബ്ലംസിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഇതൊരു വളരെ യങ് ലേഡിയാണ്. 22 വയസ്സേ ഉള്ളൂ. അവര് 15-ാം വയസ്സിൽ നെഫ്രോട്ടിക് സിൻഡ്രോം, കിഡ്നിയെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസ് കണ്ടുപിടിച്ചതാണ്. അതില് IgA നെഫ്രോപ്പതി, അവർ കിഡ്നിയുടെ ബയോപ്സി എടുത്തു. IgA നെഫ്രോപ്പതി ആണെന്ന് അറിഞ്ഞു. അന്ന് മുതൽ അവര് സ്റ്റിറോയിഡ്സും മരുന്നുകൾ എടുത്തു തുടങ്ങി. അപ്പൊ അത്ര കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. അവർ എൻ്റെ അടുത്ത് വരുമ്പോഴും അവർ വൈസിലോൺ എടുക്കുന്നുണ്ട്. 15 വർഷമായിട്ട് 15 വർഷമായിട്ടാണ് കേട്ടോ. 7 വയസ്സിൽ തുടങ്ങിയതാണ് ഈ അസുഖം കണ്ടുപിടിച്ച്. 7 വയസ്സിലാണ്. 15 വർഷമായിട്ട് ഈ മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവരിവിടെ എൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അവര് 147 സെന്റിമീറ്റർ ഹൈറ്റ്, 78.5 തൂക്കം. ഒബേസിറ്റി ആയി, ഡയബറ്റീസ് ആയി, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊളസ്ട്രോൾ കൂടുതലാണ്, ഇതിന്റെ കൂടെ നീർക്കെട്ടുണ്ട്. അപ്പോഴും ഈ പ്രഷറിന്റെ മരുന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, 160, 100 ആണ്. അതുപോലെ ഡയബറ്റീസിന് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും HbA1c 7.7 ആണ്. പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ട്. വൈറ്റമിൻ D 7 ഉള്ളൂ, ഫോളേറ്റ് 4. അപ്പം അതുപോലെ മൈക്രോ ആൽബിൻ, യൂറിനിൽ കൂടെ നന്നായിട്ട് പ്രോട്ടീൻ പോകുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ട്, സോഡിയം ലോ ആണ്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ഇത്രയും സ്റ്റിറോയിഡ്സ്, അതായത് വൈസിലോൺ എടുക്കുന്നുണ്ട്. കുറച്ച് അധികം മെഡിസിൻസ് ഉണ്ട്. എറ്റനോലോൾ ഉണ്ട്, മെറ്റ്ഫോമിൻ ഉണ്ട്, റാൻടാക്ക്, ഷിൽക്കാൽ, അങ്ങനെ മൾട്ടിപ്പിൾ മെഡിസിൻസ് ഉണ്ടെങ്കിലും ഇവരുടെ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ല, ഹൈപ്പർ ടെൻഷൻ കൺട്രോൾഡ് അല്ല, യൂറിനിൽ കൂടെ പോകുന്നുണ്ട്, ബോഡി പെയിൻ ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലംസും ആയിട്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.